ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ പ്രായം അവനായപ്പോൾ 10 വയസ്സ് കഴിഞ്ഞപ്പോൾ 10 വയസ്സായ കുട്ടികളെ എല്ലാവരുടെയും പേര് തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവൻ പറഞ്ഞു മലയാളം എഴുതാനും വായിക്കാനും അവന് ഒട്ടും അറിയില്ല. എക്സാം റിലേറ്റഡ് ആയിട്ട് വെറുതെ വരച്ച് പഠിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു എനിക്ക് മലയാളം ബുദ്ധിമുട്ടാണ്, ഞാൻ പോണില്ല, എനിക്ക് പള്ളിയിൽ നിന്ന് അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും, എനിക്ക് അടി കൊള്ളും, ഞാൻ പോവില്ല, എനിക്ക് പഠിക്കണ്ട, കുറേ നേരം കുർബാനയ്ക്ക് പോയി നിൽക്കണം, കുറേ നേരം പ്രാർത്ഥിക്കണം, എനിക്കതൊന്നും ഇഷ്ടമില്ല അമ്മ. അപ്പം ഞാൻ അവന് പറഞ്ഞു കൊടുത്തത് നിനക്ക് പറ്റണ പോലെ ചെയ്താൽ മതി, എന്നായാലും ഇത് ചെയ്യണ്ടേ, അപ്പോൾ എൻ്റെ മോൻ എന്തായാലും പോ. ഇനിയിപ്പോൾ ദൈവം എല്ലാം അത്ഭുതം ചെയ്താലോ, ഞാനതിവിടെ പറയുകയും ചെയ്തു, ദൈവം എന്തെങ്കിലും അത്ഭുതം ചെയ്തിട്ട് ഇവൻ്റെ മലയാളം ശരിയായാലോ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവനെ ആദ്യ കുർബാന സ്വീകരണത്തിന് കൊണ്ടുപോയി ആക്കിയത്. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ അവൻ മടി പിടിച്ചിട്ടാണ് പോയത്. വെക്കേഷനാണ്, കുട്ടികൾ കളിക്കുന്ന സമയമാണ്. പക്ഷേ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ ചെറിയ കഥകൾ, യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഹർഷിനെ പോലെ ഒരു സാധാരണ കുട്ടി 1 വർഷം കൊണ്ട് ഇത്രയേറെ മാറിയത് ആദ്യ കുർബാനയുടെ ശക്തി കൊണ്ടാണ്, ആ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ്.